ഗവൺമെൻറ്റിൽ നിന്ന് വ്യത്യസ്ത ആനുകൂല്യങ്ങൾ സ്വീകരിക്കുക എന്നുള്ളത് അത് അനുവദനീയമാണോ നിഷിദ്ധമാണോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പല ആളുകളും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അതല്ലെങ്കിൽ കൃഷിയുടെ ആവശ്യത്തിന് അങ്ങനെ പല ഉപകരണങ്ങൾ വാങ്ങുന്നതിന് അങ്ങനെ പല വിധേന ഗവൺമെൻറ്റിൽ നിന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റാറുണ്ട്. ലക്ഷങ്ങളും ആയിരങ്ങളൊക്കെ പിൻപറ്റുന്നവരുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഉള്ള ധനം നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അത് ചോദ്യം വരാനുള്ള കാരണം അതിൽ ഹറാമും കലരുന്നുണ്ടല്ലോ എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഗവൺമെൻറ് ഖജനാവിലേക്ക് വ്യത്യസ്ത വകുപ്പിൽ കാശ് വരുന്നുണ്ട്. കള്ള് വിറ്റതുണ്ടാകും, അതേപ്രകാരം ലോട്ടറി വിറ്റതുണ്ടാകും, ഫൈൻ അടച്ചതുണ്ടാകും. ഫൈൻ നിഷിദ്ധമാണല്ലോ, അതിനെക്കുറിച്ച് നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിരവധി ഹറാമുകൾ കലർന്ന സമ്പത്ത് ഖജനാവിലേക്ക് വരുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെതാവട്ടെ സംസ്ഥാനത്തിൻ്റെതാവട്ടെ ഖജനാവിലേക്ക് ഹറാമും ഹലാലുമായ പല വിധത്തിലുള്ള സമ്പത്തുകൾ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് സ്വീകരിക്കുമ്പോൾ അതിൽ നമുക്ക് സ്വീകരിക്കാൻ പാടുണ്ടോ, അത് ഹലാലാണോ ഹറാമാണോ എന്നുള്ളതാണ് ചർച്ച. അപ്പോൾ നമുക്കറിയാം വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളിൽ നിന്ന് സമ്പത്ത് വാങ്ങുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ വിധി? അത് ഹറാമായ മുതലാണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്ന് സമ്പത്ത് സ്വീകരിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്, ഹറാമാണ്. നമുക്കറിയാം ഇപ്പോൾ ഒരാൾ ലോട്ടറി അടിച്ചിട്ട് ഒരുപാട് സമ്പത്തുണ്ട്, 5 ലക്ഷം രൂപയുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ കാശ് ഫ്രീ ആയി കൊടുക്കുന്നുണ്ട്. നമുക്കറിയാം അത് ലോട്ടറി അടിച്ച കാശാണെന്ന്. അപ്പോൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇല്ല, അത് അനുവദനീയമല്ല. അങ്ങനെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അത് അനുവദനീയമല്ല എന്ന് മനസ്സിലാക്കുക. അവർ നമുക്ക് തന്നു എന്ന് പറഞ്ഞിട്ട് അവനക്കത് ഏത് സമ്പത്താണ് അവൻ തരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ അത് ഈ ലോട്ടറി അടിച്ച കാശാണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കൽ നിഷിദ്ധമാണ്, പാടില്ലാത്തതാണ്. നേരെ മറിച്ച് ഒരാൾ കാശ് തരുന്നുണ്ട്, അപ്പോൾ അത് അയാൾക്ക് പല ജോലികളുണ്ട്, അപ്പോൾ അത് ഹലാലാവാം ഹറാമാകാൻ സാധ്യത രണ്ടുമുണ്ട്. അപ്പോൾ അവൻ തരുന്ന കാശ് അത് ഹലാലായ സമ്പത്തിൽ നിന്നാവാം, അല്ലെങ്കിൽ ഹറാമായ സമ്പത്തിൽ നിന്നുമാവാം. അങ്ങനെയാണെങ്കിൽ സ്വീകരിക്കൽ ഹറാമൊന്നുമില്ല, പക്ഷേ സൂക്ഷ്മത ഉപേക്ഷിക്കലാണ്. അപ്പോൾ ഒരാൾ ഹറാമായ സമ്പത്തും അയാളുടെ കയ്യിലുണ്ട്, ഹലാലായതുമുണ്ട്. അയാൾ നമുക്ക് തരുന്നത് അത് ഹറാമിൽ നിന്നാണ് എന്ന് നമുക്ക് ഉറപ്പൊന്നുമില്ല, അപ്പോൾ ഹലാലിൽ നിന്നും ആകാം. അങ്ങനെയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് വിരോധമല്ല, സൂക്ഷ്മത അത് ഉപേക്ഷിക്കലാണ്. പക്ഷെ അയാൾ തന്നെ ഹറാമായ മുതലിൽ നിന്നാണ് തരുന്നത് എന്ന് ഉറപ്പായാലോ അപ്പോൾ സ്വീകരിക്കാൻ പാടില്ല, ഹറാമാണ്. അപ്പോൾ ഇതേ പ്രകാരം തന്നെ നമ്മുടെ അധികാരികളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമ്പത്ത്, സംസ്ഥാനത്തിനാവട്ടെ കേന്ദ്രത്തിനാവട്ടെ ഏത് രൂപത്തിലാണെങ്കിലും അധികാരികളിൽ നിന്ന് ഗവൺമെൻറ് തലത്തിൽ നമുക്ക് ലഭിക്കുന്ന സമ്പത്തോ അതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് ഫതാവൽ കുബ്രയിൽ പറയുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ചോദ്യം വന്നപ്പോൾ സലഫു സാലിഹീങ്ങളായ നല്ല ആളുകൾ അത് ചെയ്തത് ഉപേക്ഷിക്കുകയാണ് അവർ ചെയ്തത്. അത് ഉപേക്ഷിക്കലാണ് ഏറ്റവും നല്ലത്. ഏതായിരുന്നാലും ഹറാമാണെന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ അത് നിഷിദ്ധമാണ്, ഹറാമാണ്. അതല്ലാത്ത സാഹചര്യത്തിലും അത് ഉപേക്ഷിക്കലാണ് നല്ലത് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിലേക്കാണെങ്കിലും സംസ്ഥാന ഗവൺമെൻറ്റിലേക്കാണെങ്കിലും ഹലാലും ഹറാമുമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള കാശുകൾ വരുന്നുണ്ട്. കള്ള് വിറ്റതിൻ്റെ വരുന്നുണ്ട്, അങ്ങനെ ലോട്ടറി വിറ്റത് ഉണ്ടാവാം, ഫൈൻ അടച്ച് വാങ്ങിയത് വാങ്ങാം, അതുപോലെ തന്നെ ടാക്സ് പോലെയുള്ള പല വിധത്തിലുള്ളതുണ്ട്. അപ്പോൾ ഹലാലും ഹറാമുമായിട്ടുള്ള സമ്പത്ത് അതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സ്വീകരിക്കാൻ പറ്റുമോ ഇല്ലേ? അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത് അത് ഹറാമായ ധനത്തിൽ നിന്നാണ് നമുക്ക് ഉറപ്പാവാത്ത സാഹചര്യത്തിൽ അത് സ്വീകരിക്കുന്നത് കൊണ്ട് വിരോധമല്ല. സൂക്ഷ്മത ഒഴിവാക്കലാണെങ്കിലും നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ അത് സ്വീകരിക്കുന്നതിന് വിരോധമല്ല. അപ്പോഴും മനസ്സിലാക്കുക, സൂക്ഷ്മത ഒഴിവാക്കലാണ്, സ്വീകരിക്കുന്നത് കൊണ്ട് ഹറാമ് വരില്ല എന്നുള്ളതാണ് അതിൻ്റെ മസാല. അള്ളാഹു ഉപകാരപ്രദമായ അറിവുകൾ നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. അസ്സലാമു അലൈക്കും.